അന്താരാഷ്ട്ര യുദ്ധഭൂമികളിൽ വൻ നാശനഷ്ടങ്ങൾ വിതച്ചുകൊണ്ടിരുന്ന അത്യാധുനിക കില്ലർ ഡ്രോൺ സാങ്കേതിക വിദ്യ വൈകാതെ തന്നെ അമേരിക്കൻ മണ്ണിലേക്കും എത്തിയേക്കാമെന്ന ഞെട്ടിക്കുന്ന മുന്നറിയിപ്പുമായി ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ രംഗത്തെത്തിയിരിക്കുന്നു. യുക്രൈനിലും പശ്ചിമേഷ്യൻ സംഘർഷ മേഖലകളിലും സൈന്യങ്ങൾ വലിയ രീതിയിൽ ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഡ്രോൺ ആക്രമണങ്ങൾ അമേരിക്കയ്ക്കുള്ളിലും അരങ്ങേറാൻ വലിയ താമസമുണ്ടാകില്ലെന്നാണ് ആഭ്യന്തര സുരക്ഷാ ഏജൻസികൾ വിലയിരുത്തുന്നത്. ഈ പുതിയ സുരക്ഷാ വെല്ലുവിളി അമേരിക്കൻ പ്രതിരോധ സംവിധാനങ്ങളെ പുനർവിചിന്തനം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതാണ്. പ്രമുഖ അന്താരാഷ്ട്ര മാധ്യമമായ ഫോക്സ് ന്യൂസ് ഡിജിറ്റലിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് FBI ഡെപ്യൂട്ടി ഡയറക്ടർ ക്രിസ് റായ ഈ ഭീതിജനകമായ വിവരങ്ങൾ പങ്കുവച്ചത്. US മണ്ണിൽ ഇത്തരം അത്യാധുനിക ഡ്രോൺ ഭീഷണികൾ ഉയർന്നു വരുന്നത് കേവലം ഒരു സാധ്യത മാത്രമല്ല, മറിച്ചത് സംഭവിക്കാൻ ഇനി അധികം സമയമില്ല എന്ന യാഥാർത്ഥ്യമാണ് അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞത്. ആധുനിക നിയമപാലകരും സുരക്ഷാ ഏജൻസികളും നിലവിൽ നേരിടുന്ന ഏറ്റവും അടിയന്തരവും സങ്കീർണവുമായ വെല്ലുവിളികളിലൊന്ന് ഡ്രോണുകളാണെന്ന് ക്രിസ് റായ വ്യക്തമാക്കുന്നുണ്ട്. വിപണിയിൽ സാധാരണക്കാർക്ക് എളുപ്പത്തിൽ ലഭ്യമാകുന്ന ഡ്രോൺ സാങ്കേതിക വിദ്യകളിൽ ഉണ്ടായിട്ടുള്ള അസാധാരണമായ പുരോഗതിയാണ് ഇതിന് പ്രധാന കാരണം. സാങ്കേതിക വിദ്യയുടെ ഈ അതിപ്രസരം കാരണം വളരെ സങ്കീർണവും ആസൂത്രിതവുമായ ആക്രമണങ്ങൾ നടത്താൻ ഭീകര സംഘടനകൾക്കോ വ്യക്തികൾക്കോ ഇപ്പോൾ വലിയ പ്രയത്നം ആവശ്യമില്ലാത്ത അവസ്ഥയാണുള്ളത്. വലിയ സാമ്പത്തിക ചെലവോ വിപുലമായ പരിശീലനമോ ഇല്ലാതെ തന്നെ വലിയ ലക്ഷ്യങ്ങളെ തകർക്കാൻ ശേഷിയുള്ള ഡ്രോണുകൾ നിർമ്മിക്കാൻ സാധിക്കുന്നത് ആഭ്യന്തര സുരക്ഷയ്ക്ക് കനത്ത ഭീഷണിയാണ് ഉയർത്തുന്നത്. യുദ്ധഭൂമിയിലെ തന്ത്രങ്ങൾ സിവിലിയൻ മേഖലകളിലേക്ക് പടരുന്നതിന്റെ ഉദാഹരണമാണിത്. വിദേശത്തു നിന്നുള്ള ഭീഷണികൾക്ക് പുറമെ അമേരിക്കയ്ക്കുള്ളിൽ തന്നെ രൂപപ്പെടുന്ന ആഭ്യന്തര ഡ്രോൺ അട്ടിമറി നീക്കങ്ങളെ കുറിച്ചും ഫെഡറൽ അധികാരികൾ ഇപ്പോൾ അതീവ ഗൗരവത്തോടെ അന്വേഷണം നടത്തിവരികയാണ്. രാജ്യത്തിനകത്തുള്ള ചില തീവ്ര ചിന്താഗതിക്കാരായ ഗ്രൂപ്പുകൾ വലിയ രീതിയിലുള്ള ഡ്രോൺ ആക്രമണങ്ങൾക്ക് പദ്ധതിയിടുന്നതായാണ് FBI നൽകുന്ന സൂചനകൾ. വരാനിരിക്കുന്ന വലിയ ആഗോള പരിപാടികളെ ലക്ഷ്യമിട്ട് ഭീകരർ ഡ്രോൺ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചേക്കാമെന്ന ആശങ്കയും FBI പങ്കുവെക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് കായിക പ്രേമികൾ ഒത്തുചേരുന്ന ഫിഫ ലോകകപ്പ് പോലുള്ള വൻകിട ജനകീയ പരിപാടികളുടെ സുരക്ഷയാണ് ഇപ്പോൾ വലിയ ചോദ്യചിഹ്നമായി നിൽക്കുന്നത്. ഫിഫ ലോകകപ്പ് പോലുള്ള മെഗാ ഇവന്റുകൾക്ക് മുന്നോടിയായി കൗണ്ടർ ഡ്രോൺ അഥവാ ഡ്രോൺ വിരുദ്ധ പ്രതിരോധ സംവിധാനങ്ങൾ വിപുലമാക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് US സുരക്ഷാ ഏജൻസികൾ. പറന്നുയരുന്ന അജ്ഞാത ഡ്രോണുകളെ അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ കണ്ടെത്താനും അവയുടെ സിഗ്നലുകൾ ജാം ചെയ്ത് തറയിലിറക്കാനുമുള്ള ആധുനിക സാങ്കേതിക വിദ്യകൾ വലിയ മൈതാനങ്ങളിലും പരിസരങ്ങളിലും സ്ഥാപിക്കാൻ ഫെഡറൽ അധികൃതർ പദ്ധതിയിടുന്നുണ്ട്. യുക്രൈൻ യുദ്ധത്തിൽ റഷ്യയും യുക്രൈനും ഒരേപോലെ ഡ്രോണുകളെ വലിയ തോതിൽ പ്രയോജനപ്പെടുത്തുന്നത് ലോകം കണ്ടതാണ്. കുറഞ്ഞ ചെലവിൽ വലിയ സൈനിക ടാങ്കുകളെയും കെട്ടിടങ്ങളെയും തകർക്കാൻ കാമികാസെ പോലുള്ള ആത്മഹത്യാ ഡ്രോണുകൾക്ക് സാധിക്കുന്നുണ്ട്. അതുപോലെ പശ്ചിമേഷ്യയിൽ വിവിധ സായുധ ഗ്രൂപ്പുകൾ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ ഡ്രോൺ ആക്രമണങ്ങൾ പതിവാക്കിയിട്ടുണ്ട്. ഒരു കാലത്ത് സൈന്യത്തിന് മാത്രം ലഭ്യമായിരുന്ന GPS നാവിഗേഷനും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യകളും ഇന്ന് സാധാരണ ഡ്രോണുകളിൽ പോലും ലഭ്യമാണ്. ഇത് അക്രമികൾക്ക് വലിയ രീതിയിലുള്ള കൃത്യതയോടെ ആക്രമണം നടത്താൻ സഹായകരമാകുന്നു. സുരക്ഷാ ക്യാമറകളുടെയോ അതിർത്തി മതിലുകളുടെയോ കണ്ണുവെട്ടിച്ച് ആകാശമാർഗത്തിലൂടെ അതിവേഗം ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിക്കാൻ ഡ്രോണുകൾക്ക് സാധിക്കുമെന്നത് പരമ്പരാഗത സുരക്ഷാ സംവിധാനങ്ങളുടെ പരാജയമായി മാറാം. വിമാനത്താവളങ്ങൾ, പവർ ഗ്രിഡുകൾ, സർക്കാർ സ്ഥാപനങ്ങൾ തുടങ്ങി തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുക എന്നത് ഇപ്പോൾ FBIക്ക് വലിയൊരു തലവേദനയാണ്. യാതൊരുവിധ മുൻകൂട്ടിയുള്ള സൂചനകളും നൽകാതെ നിമിഷം നേരം കൊണ്ട് പറന്നെത്തുന്ന ഇത്തരം ചെറിയ ഉപകരണങ്ങളെ പ്രതിരോധിക്കാൻ നിലവിലുള്ള റഡാർ സംവിധാനങ്ങൾക്ക് പലപ്പോഴും പരിമിതികളുണ്ട്. ഡ്രോൺ വിൽപ്പനയ്ക്കും അവയുടെ ഉപയോഗത്തിനും കൂടുതൽ കർശനമായ നിയമപരമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണമെന്ന ചർച്ചയും ഇപ്പോൾ അമേരിക്കയിൽ സജീവമായിട്ടുണ്ട്. ഓരോ ഡ്രോണും വാങ്ങുന്ന വ്യക്തിയുടെ കൃത്യമായ വിവരങ്ങളും അവയുടെ സഞ്ചാരപഥവും നിരീക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ വേണമെന്നാണ് ഒരു വിഭാഗം വാദിക്കുന്നത്. FBI ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഈ പരസ്യമായി വെളിപ്പെടുത്തൽ ജനങ്ങൾക്കിടയിൽ പരിഭ്രാന്തി പരത്താനല്ല, മറിച്ച് വരാനിരിക്കുന്ന വലിയൊരു ഭീഷണിയെ നേരിടാൻ സമൂഹത്തെയും പ്രാദേശിക പോലീസ് സംവിധാനങ്ങളെയും സജ്ജമാക്കാൻ വേണ്ടിയുള്ളതാണെന്ന് അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ വൈറ്റ് ഹൌസും പ്രതിരോധ മന്ത്രാലയവും സംയുക്തമായി ഡ്രോൺ ഭീഷണികൾ നേരിടുന്നതിനായി പുതിയൊരു ദേശീയ സുരക്ഷാ നയം പ്രഖ്യാപിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. സാങ്കേതിക വിദ്യയുടെ ദുരുപയോഗം തടയുന്നതിനായി ആഗോളതലത്തിൽ മറ്റ് സഖ്യകക്ഷികളുമായി ചേർന്ന് വിവരങ്ങൾ പങ്കുവെക്കാനും അമേരിക്ക ശ്രമിക്കുന്നുണ്ട്. സാങ്കേതിക വിദ്യയുടെ വളർച്ച മനുഷ്യരാശിക്ക് നൽകുന്ന സൗകര്യങ്ങൾക്കൊപ്പം തന്നെ
വലിയൊരു സുരക്ഷാ ഭീഷണിയും ഉയർത്തുന്നുണ്ടെന്ന് ഈ FBI മുന്നറിയിപ്പ് തെളിയിക്കുന്നുണ്ട്. യുദ്ധഭൂമിയിലെ ചോരക്കളങ്ങളിൽ നിന്നും പാഠം ഉൾക്കൊണ്ടുകൊണ്ട് അക്രമികൾ തങ്ങളുടെ തന്ത്രങ്ങൾ മാറ്റുമ്പോൾ അതിനേക്കാൾ വേഗത്തിൽ പ്രതിരോധം തീർക്കാൻ ഭരണകൂടങ്ങൾ നിർബന്ധിതരാവുകയാണ്. അമേരിക്ക നേരിടാൻ പോകുന്ന ഈ പുതിയ ആകാശ ഭീഷണി വരും വർഷങ്ങളിൽ ലോകത്തിലെ സമുദ്ര ആകാശ സുരക്ഷാ സമവാക്യങ്ങളെ പൂർണ്ണമായും മാറ്റിമറിക്കുമെന്ന് ഉറപ്പാണ്.